ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ കണ്ട ഒരു വാർത്തയാണ്. ഒരമ്മയെയും മകളെയും ആസിഡ് ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചിരിക്കുന്നു. ചെയ്തത് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ അമ്മയും മകനുമാണ്. കാരണം ഇവരുടെ പുരയിടങ്ങൾ തമ്മിലുള്ള അതിര് തർക്കമാണ്. അതിര് തർക്കത്തിൻ്റെ പേരിലാണ് ആസിഡ് ഒഴിക്കുക എന്നുള്ളൊരു കടുങ്കൈ ഈ അമ്മയും മകനും ചെയ്തത്. ഈ വാർത്ത വായിച്ചിട്ടിങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചു. ഈ അതിര് തർക്കത്തിൻ്റെ പേരിലൊക്കെ നമ്മുടെ നാട്ടിൽ എന്തോരം അക്രമങ്ങളും പ്രശ്നങ്ങളും കൊലപാതകങ്ങളും വരെയാണ് നടക്കുന്നത്. ഈ പുരയിടങ്ങൾക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി മനുഷ്യൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ആർക്കും വേണ്ടാത്ത ഒരു പിടി മണ്ണെങ്കിലും ഉണ്ടാകില്ലേ? ആരും അധികാരം ഉറപ്പിക്കാനോ അല്ലെങ്കിൽ അവകാശം സ്ഥാപിക്കാനോ ശ്രമിക്കാത്ത സ്ഥലം എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നൊരു ആകാംക്ഷ ഉണ്ടായിട്ട് ഞാൻ ഗൂഗിൾ എടുത്തു വെച്ചിട്ട് ഒരു സെർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഭൂമിയിലുള്ളതായിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിച്ചു. അത് ഏകദേശം 2000 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുള്ള ഒരു വലിയ സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ മേളിൽ ഒരാളും അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അവിടെ വലിയ അഗ്നിപർവ്വതമോ അതുപോലെ അപകടകരമായ വല്ല സാധനങ്ങളോ ഉള്ളത് കൊണ്ടല്ല ഇവിടെ ആരും തർക്കം ഉന്നയിക്കാനോ അവകാശം ഉന്നയിക്കാനോ പോകാത്തത്. ഇവിടെ ആരും അവകാശവാദം ഉന്നയിക്കാത്തതിൻ്റെ കാരണം ബ്രിട്ടീഷുകാരാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ബ്രിട്ടീഷുകാർ നമ്മുടെ ഭൂമിയുടെ 25% ജനവാസ മേഖലകളും സ്വന്തം കോളനികളാക്കി വെച്ച് ഭരിച്ച് നടന്നിരുന്ന ഒരു ടീമാണ്. അവർ ഏതൊക്കെ രാജ്യത്ത് അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും കോളനിയാക്കുകയും ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ സ്വാതന്ത്ര്യം കൊടുത്ത് തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടേ ഈ ബ്രിട്ടീഷുകാർ തിരിച്ചു പോയിട്ടുള്ളൂ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരൊറ്റ രാജ്യമായിരുന്ന ഇന്ത്യയെ പാകിസ്ഥാനും ഇന്ത്യയും എന്ന് രണ്ടായിട്ട് വിഭജിക്കുകയും ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും എന്ന് മൂന്നായി കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ ആൾക്കാരാണ് ബ്രിട്ടീഷുകാർ. അപ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഒന്നും ചെയ്യാതെ നിഷ്കളങ്കരായി മടങ്ങിപ്പോവാൻ ബ്രിട്ടീഷുകാരെ കൊണ്ട് കഴിയില്ല. ഇവർ 1899 സ്വീഡനും ഈജിപ്തിനും ഇടയിലുള്ള അതിർത്തിയെ ഒന്ന് നിശ്ചയിച്ചു. അതിർത്തി നിശ്ചയിക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനിട്ട് ഇതാണ് സ്വീഡൻ, ഇതാണ് ഈജിപ്റ്റ്, ഇതാണ് നിങ്ങളുടെ അതിർത്തി എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് രാജ്യക്കാർക്കുമായിട്ട് പകുത്ത് ഇത് നിങ്ങളുടെ അതിർത്തിയായിട്ട് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. 1902 ആയപ്പോഴേക്കും എന്തോ അവർ ഒരു സമാധാനപരമായി പോകുന്നതിൽ വിഷമോ സങ്കടമോ അല്ലെങ്കിൽ അതൊരു നല്ല ഏർപ്പാടല്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് ബ്രിട്ടീഷുകാർ അതിർത്തി ഒന്ന് മാറ്റി വരച്ചു. 1899 അതിർത്തി നിശ്ചയിച്ചപ്പോൾ ഈ ബീർ തവിൽ എന്ന് പറയുന്ന സ്ഥലം, നമ്മൾ നേരത്തെ പറഞ്ഞ 2000 സ്ക്വയർ കിലോമീറ്റർ ഉള്ള സ്ഥലം സുഡാൻ്റെ ഭാഗമായിരുന്നു. 1902 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ മനസ്സിൽ ചിന്തിച്ചു, ഇവർ തമ്മിൽ സമാധാനമായിട്ട് പോയാൽ ശരിയാവില്ലല്ലോ, ഒരു അതിർത്തി തർക്കം എന്തായാലും ഉണ്ടാക്കിയേക്കാം എന്ന് തീരുമാനിച്ചിട്ട് ബ്രിട്ടീഷുകാർ വന്ന് പറഞ്ഞു, ഈ ബീർ തവീൽ എന്ന് പറയുന്ന സ്ഥലം ഈജിപ്ഷ്യൻ ട്രൈബ്സിൻ്റെയാണ്, അതുകൊണ്ട് ഈ സ്ഥലം ഈജിപ്തിന് കൊടുക്കുക, അതിൻ്റെ പകരമായിട്ട് ഈജിപ്തിൻ്റെ ഒരു ഭാഗത്തുള്ള ഹാല ഈബ് എന്ന് പറയുന്ന കുറേ കൂടെ വിസ്തൃതമായ നദിയുടെ അടുത്ത് ഉള്ള ഒരു വലിയ പ്രദേശം സുഡാന് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് 1902 ഇവരൊരു പുതിയ ഉടമ്പടി ഉണ്ടാക്കി. ഇത്രയൊക്കെ ചെയ്തിട്ട് ബ്രിട്ടീഷുകാർ പോയി. ഇന്നും ഈ സ്ഥലത്തിൻ്റെ പേരിൽ സുഡാനും ഈജിപ്റ്റുമായിട്ട് തർക്കത്തിലാണ്. തർക്കമെന്ന് പറഞ്ഞാൽ ബീർ തവീൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മേളിൽ സുഡാനോ ഈജിപ്റ്റോ അവകാശവാദം ഉന്നയിക്കുന്നില്ല. എന്നാൽ ഹാല ഈബ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരിൽ രണ്ടുപേരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. കാര്യം ഹാല ഈബ് ആർക്ക് സ്വന്തമായിട്ട് കിട്ടുമോ അവർക്ക് ബീർ തവീൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ബീർ തവീലിൻ്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ചാൽ ഹാല ഈബ് എന്ന് പറയുന്ന സ്ഥലം കിട്ടുകയുമില്ല. ഇത് കാരണം ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഈ വലിയ സ്ഥലം ആരും അവകാശവാദം ഉന്നയിക്കാതെ അനാഥമായി കിടക്കുകയാണ് എന്ന് പറയുന്നതാണ് ശരി. ഈ രാജ്യം ഇങ്ങനെ കിടക്കുന്നത് അറിഞ്ഞിട്ട് ആരും ഇതിൻ്റെ മേലിൽ അവകാശവാദം ഉന്നയിച്ചില്ലേ എന്നൊരു അന്വേഷണം കൂടെ ഞാൻ നടത്തി. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത്, ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യത്ത് ജോലി ചെയ്യാൻ പോയിട്ടുള്ള ഒരു IT എഞ്ചിനീയർ ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയുകയും ഈ സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് അവിടെ പോയി അദ്ദേഹം സ്വന്തമായിട്ടൊരു പതാകയൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ട് നാട്ടിയിട്ട് ഇത് എൻ്റെ സ്ഥലമാണ്, ഇതെൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചതായിട്ട് ഒരു വാർത്തയുണ്ട്.
ഇതുകൂടാതെ ഒരു അമേരിക്കക്കാരനും ഇതുപോലെ പോയി കൊടിയൊക്കെ നാട്ടിയിട്ട് ആ സ്ഥലം അയാളുടേതാണെന്നും ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഈജിപ്തിൻ്റെയും സുഡാൻ്റെയും ഇടയിൽ ഇങ്ങനെ ഒരു സ്ഥലം അനാഥമായി കിടപ്പുണ്ട്, അവകാശികളില്ലാതെ കിടപ്പുണ്ടെന്നറിഞ്ഞിട്ട് ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും വരെ അവിടെ അവകാശവാദം ഉന്നയിക്കാൻ പോയി. അപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പുരയിടക്കാരനുമായിട്ട് അതിർത്തി തർക്കത്തിൽ ഏർപ്പെടാൻ ആൾക്കാർ മടിക്കാതിരിക്കുന്നത്. മണ്ണിൻ്റെ പേരിൽ നടത്തുന്ന മത്സരമൊക്കെ പോകുമ്പം കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ അവസാനിക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്ര മനസ്സിലാക്കിയാലും അവസാനിക്കില്ല എന്നുള്ളത് ഒരു ഫാക്റ്റ്. ഇനിയെങ്കിലും ഈ അതിരിൻ്റെ പേരിൽ തർക്കം ഉണ്ടാക്കുമ്പോൾ ആസിഡ് എഴുത്തൊഴിക്കാനും ആൾക്കാരെ കൊന്നു കൊലവിളിക്കാനൊന്നും നിൽക്കരുത്. കോടതി നിയമമൊക്കെ ഇല്ലേ, അത് അതിൻ്റെ വഴിക്ക് പോയിട്ട് പരിഹരിക്കുന്നതല്ലേ ഉചിതം. കൊന്നു തീർക്കാൻ നിന്ന് കഴിഞ്ഞാൽ പഴയ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുകയുള്ളൂ.